അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. ശരിക്കും മാധവ് സ്വയമേ വിലയിരുത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ആക്ടിനെ ചൊല്ലി വരുമ്പോൾ മാധവ് സ്വയം വിലയിരുത്തുമ്പോൾ എങ്ങനെ നോക്കി കാണാൻ പറ്റുന്നത്? ഞാനായിട്ട് ആരോടും പറയില്ല, പക്ഷെ ഇത് ആർക്കും മനസ്സിലായിട്ടില്ല. ശരി, എന്നിൽ അഭിനയം മോശമായതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ ഞാൻ കുറെ കൂടി തന്റെ ഇടത്തോടെ സംസാരിക്കുന്നത് കൊണ്ട് നേരിടുന്ന വിമർശനം എങ്ങനെയെന്ന് ശരിക്കും കാണുന്നത്? ശരിക്കും കാശുണ്ടാക്കാമായിരുന്നു. ബാഡ് ഐഡിയ. അച്ഛൻ തന്നെ ഓൾറെഡി പറഞ്ഞു അവനില് പൃഥ്വിരാജ് കയറിയതാണെന്നൊക്കെ മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ പെർഫോമൻസ് ലൈക്ക് കുമ്മാട്ടിക്കളി ഞാൻ തന്നെ വിലയിരുത്തിയതാണ്, മോശമായിരുന്നു. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? JSKയില് എനിക്ക് സ്ക്രീൻ സ്പേസ് അത്ര ഇല്ലായിരുന്നു. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഈ ട്രോൾസ് വരുന്നേക്കാൾ മുമ്പേ മാധവനിലെ ഒരു ആക്ടർ റിയലൈസ് ചെയ്യുന്നുണ്ടോ ഞാൻ ചെയ്ത വേഷം അല്ലെങ്കിൽ ഞാൻ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളത് സ്വയമേ തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ സമ്മതിക്കില്ല. പിന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് എടുത്തു. പക്ഷേ അന്ന് എന്റെ അറിവ്, സിനിമയെ പറ്റിയുള്ള എന്റെ അറിവ്, അഭിനയത്തിനെ പറ്റിയുള്ള എന്റെ അറിവ് ഇന്നത് കുറച്ചും കൂടെ ഭേദമായിട്ടേ ഉള്ളൂ. അതേപോലെ ഭേദമായിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. എവിടെയോ മാധവന്റെ വാക്കുകളിൽ കേട്ടിട്ടുണ്ട്, അത് ഞാൻ കേട്ട കഥയല്ല, അത് മേക്കിംഗ് കഴിഞ്ഞ് വരുമ്പോ സിനിമയായിട്ട് വരുന്ന രൂപത്തിൽ കുമ്മാട്ടിക്കളി. അത് ആ ടീമിന് അറിയാം അവരെന്താ ചെയ്തതെന്ന്. സംസാരിച്ചിരുന്നു അവരുടെ അടുത്ത്. കാര്യമില്ല. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? If I'm here for the long run, I have to keep getting better. CLUB ക്ലബ്. ഓ, ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം ആ കിങ് തന്നെ. എന്റെ 100ാമത്തെ സിനിമ, ഇനി അഥവാ 100 വരെ ഞാൻ എത്തിയാൽ ഒന്ന് പൊട്ടുമ്പോ അടുത്തേൽ രക്ഷപ്പെടാന്ന് കരുതി, പക്ഷെ എല്ലാം പൊട്ടി. എന്റെ 101ാമത്തെ സിനിമ അതിനേക്കാളും ബെറ്റർ ആവണം, അല്ലെങ്കിൽ വിമർശനം എനിക്ക് കിട്ടും. അതെ, നിനക്കതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? അവൻ സൂപ്പർ സ്റ്റാറിന്റെ പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറാണ്, ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ ഇതൊരു ആക്ടർ എന്ന് വിളിച്ചിട്ടില്ല. അതെല്ലാം കൂടെ ചടപടാന്ന് പൊട്ടി, അത്രേ സ്വാഭാവികം. ഐ എം ട്രൈങ്, ലെറ്റ് മീ ഫിഗർ ഇറ്റ് ഔട്ട്. ഞാൻ തന്നെ ആദ്യം ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തോട്ടെ. ഓർമ്മശക്തി കുറയും, പ്രായമായവരെയല്ലേ. വലിയ ചന്ദനാദി എണ്ണ ബെസ്റ്റാ, ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷം കിട്ടും. ശരിക്കും ഈ രൂപവും ഭാവവും ശബ്ദവും ഒക്കെ ശരിക്കും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ടൂളാണ്. ശരിക്കും മാധവന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഏതാണെന്ന് തോന്നുന്നത്? ഐ തിങ്ക് അത് ഞാനല്ല പറയേണ്ടത്, അത് സ്വയം നമ്മൾ ശരിക്കും ഒരു സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്യുമല്ലോ, എന്താണ് എന്റെ ഒരു ഏറ്റവും ഞാനായിട്ട് പണിയെടുത്ത് വരുത്തിയ ഒന്നുമല്ല. കാരണം എപ്പോഴും ശബ്ദത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയാറുണ്ട്, മാധവന്റെ ശബ്ദത്തിനെ കുറിച്ച് പറയാറുണ്ട്. മൈ ജെനറ്റിക്സ് മേ ബി. അതെ, പുറത്താരോടും പറഞ്ഞ് ഞങ്ങളെ നാറ്റിക്കരുതെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു എന്ന് പറ.